ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വഴുതനങ്ങ വെച്ചിട്ടാണ് നമ്മൾ കറി തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതനങ്ങ ഇട്ടത്. ഇതൊരു ബംഗാളി ഡിഷും കൂടി ആയിട്ടാണ് കേട്ടോ. കറി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് വഴുതനങ്ങ ഒന്ന് ഫ്രൈ ആക്കണം. അതിനായിട്ട് വഴുതനങ്ങ ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നൈസായിട്ടും ഒരുപാട് നൈസാവാനും പാടില്ല, ഇനി നല്ല തിക്കാവാനും പാടില്ല. ഏകദേശം ഒരു മീഡിയം സൈസിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി മസാല തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ഒരു മസാലയിൽ നമുക്ക് കട്ടാക്കി വെച്ചിട്ടുള്ള വഴുതനങ്ങ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ടൈമൊന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ വെളിച്ചെണ്ണ ഇടാനും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതുപോലെ ഓരോ പീസും ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ആയിട്ട് വരുമ്പോൾ മറിച്ചിട്ടിട്ട് ഒരേപോലെ തന്നെ 2 ഭാഗം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ആ ഒരു ടൈമിൽ നമുക്ക് തൈര് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെയാണ് തൈര് റെഡിയാക്കി എടുക്കുന്നത്. ചിലർ ഇത് ചൂടാക്കിയിട്ടെടുക്കുന്നുണ്ട്, ചെറുതായിട്ട് ചൂടാക്കിയിട്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ആ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള വഴുതനങ്ങ ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈര് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വഴുതനങ്ങ ഇട്ട് കൊടുക്കാൻ മതി. അടുത്തത് കറി താളിക്കലാണ്. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒന്ന് കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു നുള്ള മുളകും പൊടിയും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഡയറക്റ്റ് നമുക്ക് കറിക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു ഡിഷ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.